എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ മെറിറ്റ് കോട്ട, മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നിവയിലേക്കുള്ള ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികൾ hskap.kerala.gov.in/index.php എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്ക് കാണാം. അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ MRS ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഏത് ലിങ്ക് വഴിയാണോ അപേക്ഷ സമർപ്പിച്ചത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്ക് വഴിയാണ് അപേക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്കിലാണ് ഞാൻ ആ ലിങ്ക് വഴി അപേക്ഷിച്ചതുകൊണ്ട് ആ ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ MRS ലിങ്ക് വഴി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലിങ്കിലേക്ക് കൂടി നിങ്ങൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്ത് റിസൾട്ട് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്ക് മുഖേന അപേക്ഷിച്ചതുകൊണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഈ ഒരു പേജിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ജില്ലയും കൊടുക്കുന്നു, ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. പ്രൊഫൈൽ പേജിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. പച്ച കളറിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അത് ചുവപ്പ് കളറിലാണ് ഉണ്ടാവുക. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പച്ച കളറിലാണ് ഉണ്ടാവുക. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, അതായത് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട് റിസൾട്ട്സ് എന്നുള്ള ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ അടുത്ത പേജിലേക്ക് പോകുന്നതും അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്നും അതിന് താഴെയായിട്ട് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ലിങ്കും കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നായിരിക്കും ഉണ്ടാവുക. ഇനി അതുപോലെ തന്നെ അതിന് താഴെ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്, യുവർ റാങ്ക്, വ്യൂ യുവർ റാങ്ക്, അതുപോലെ വ്യൂ ലാസ്റ്റ് റാങ്ക് എന്നിങ്ങനെ 3 ഓപ്ഷനുകളും ഉണ്ടായിരിക്കും. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയവർക്കും കിട്ടാത്തവർക്കും നിങ്ങളുടെ ആ ഒരു ഓപ്ഷന് താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതായത് വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്ക് ഉണ്ടാവും. അപ്പോൾ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ നിലവിൽ നൽകിയിട്ടുള്ള അലോട്ട്മെൻറ്റ് കിട്ടിയവരാണെങ്കിൽ കിട്ടിയ ഓപ്ഷനും അതിന് മുകളിലുള്ള മറ്റ് സ്കൂൾ കോഴ്സ് ഓപ്ഷനുകളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ്, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും ഈ ഒരു റാങ്ക് ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ബാക്കിയുള്ള എല്ലാവിധ ഓപ്ഷനുകളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്കൂളിൽ ഏറ്റവും അവസാനം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ ആ ഒരു നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുള്ള ആ ഒരു ഓപ്ഷനിലെ ആ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു ലാസ്റ്റ് കിട്ടിയ വിദ്യാർത്ഥിയുടെ റാങ്കും ഈ യുവർ റാങ്ക് എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ റാങ്കുമാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂൾ ഏതാണോ ആ സ്കൂളിൽ പോയിട്ട് നിർബന്ധമായിട്ടും ജൂലൈ 20 മുതൽ 22 തീയതിക്കകം പോയിട്ട് അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി ഈ ഒരു അലോട്ട്മെൻറ്റ് അഡ്മിഷൻ നേടാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻ്റാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അഡ്മിഷൻ പോകുന്ന സമയത്ത് എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷന് പോകുന്ന സമയത്ത് എടുക്കേണ്ട ഡോക്യുമെൻ്റുകൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഡ്മിഷൻ ടൈമിൽ പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ അഡ്മിഷൻ പോകുമ്പോൾ എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ, ഒന്ന് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്ററാണ്. അടുത്തത് നിങ്ങളുടെ SSLC, CBSE, ICSE നിങ്ങൾ ഏത് വിഭാഗത്തിലാണോ 10ാം ക്ലാസ് പഠിച്ചത് അതിൻ്റെ റിസൾട്ടിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടാത്തവർ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതിയാകും. ഇനി അതുപോലെ തന്നെ അടുത്തത് നിങ്ങളുടെ TC വേണം, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം, അടുത്തത് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി വേണം, അതുപോലെ തന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് വല്ല ബോണസ് പോയിന്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിന്റ് തെളിയിക്കാനായിട്ട് NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, അതുപോലെ തന്നെ ലിറ്റിൽ കൈറ്റ്സിൽ A ഗ്രേഡ് കിട്ടിയത്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ വിദ്യാർത്ഥികൾ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഒരു ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റുകൾ, അതായത് ക്ലബ് സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ LSS, NMMS, NTSC, അതുപോലെ തന്നെ
വേറെ എന്തെങ്കിലും തരത്തിലുള്ള കായിക മേളകളിൽ പങ്കെടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അങ്ങനെ വലുതും ഉണ്ടെങ്കിൽ അത്, അതുപോലെ EWS റിസർവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ഫീസ് അലോട്ട്മെൻറ്റ് ലെറ്ററിൽ എത്രയാണോ പറഞ്ഞത് ആ ഒരു ഫീസ് ഒരു 1300-1400 രൂപക്കുള്ളിൽ ഫീസ് വരും. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സ്കൂൾ കോഴ്സ് മതി എന്നാണെങ്കിൽ യൂണിഫോമിനായിട്ട് ഒരു 1200 രൂപയും പെൺകുട്ടികളാണെങ്കിൽ 1300 രൂപയും എടുത്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്ര എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾ ജൂലൈ 20 മുതൽ 22 പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥി നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് കിട്ടിയ സീറ്റുകളിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ കിട്ടിയ സീറ്റ് പോകുന്നതായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ: സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് 2026 ജൂലൈ 20 രാവിലെ 10 മണി മുതൽ പ്രവേശനം സാധ്യമാവും വിധം പ്രസിദ്ധീകരിക്കുന്നതാണ്. ഏകജാലക സംവിധാനത്തിൻ്റെ മുഖ്യഘട്ട അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്കും അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ 2026 ജൂലൈ 15 വൈകുന്നേരം 5 മണി വരെ അവസരം നൽകിയിരുന്നു. ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് ആകെ ഉണ്ടായിരുന്ന 6332 വേക്കൻസിയിൽ പരിഗണിക്കുന്നതിനായി ലഭിച്ച 55,468 അപേക്ഷകളിൽ 55,481 അപേക്ഷകൾ അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുകയുണ്ടായി. ഓപ്ഷൻ ഇല്ലാത്തതും മറ്റ് കാരണങ്ങളാൽ അർഹതയില്ലാത്തതുമായ 17 അപേക്ഷകൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് പരിഗണിച്ചിട്ടില്ല. സമ്മർദ്ദം അനുസരിച്ച് നിലവിൽ ഉണ്ടായിരുന്ന വേക്കൻസി ജില്ല ഒരു യൂണിറ്റായി പരിഗണിച്ച് വിവിധ കാറ്റഗറികളാക്കിയിട്ടാണ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിനിലെ സപ്ലിമെൻ്ററി അലോട്ട് റിസൾട്ട്സ് എന്നുള്ള ലിങ്കിലൂടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലെറ്റർ ലഭിച്ച സ്കൂളിൽ നിന്നും അഡ്മിഷൻ സമയത്ത് പ്രിൻ്റ് എടുക്കുന്നതായിരിക്കും. അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിന്ന് അഡ്മിഷൻ ടൈപ്പിൽ പ്രിൻ്റ് എടുത്ത് നൽകുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില സ്കൂൾ പ്രിൻ്റർ ഉണ്ടാവുമെന്ന് അറിയില്ല. അതിനാൽ തന്നെ പുറത്തുനിന്ന് പോകുന്ന സമയത്ത് തന്നെ എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത് അലോട്ട്മെൻറ്റ് ലെറ്റർ. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. അതുപോലെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ രേഖപ്പെടുത്തിയ ഫീസ് മാത്രമേ അടയ്ക്കേണ്ടതുള്ളൂ. വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ലഭിച്ച ഓരോ സ്കൂളിലെയും കാറ്റഗറി തിരിച്ചുള്ള അവസാന റാങ്ക് വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം 2026 ജൂലൈ 20 രാവിലെ 10 മണി മുതൽ 2026 ജൂലൈ 22 വൈകുന്നേരം 4 മണിക്കൂറിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പ്രവേശന സമയത്ത് TCയും സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ ഹാജരാക്കേണ്ടതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.